എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ ഇവിടെ പറഞ്ഞു ഡിവൈഎഫ്ഐ പണം പിരിക്കാറുണ്ട്. ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാവരും ചെയ്യാറുണ്ടെന്നും പറയണ്ട. അത് നിന്റെ പാരമ്പര്യം. എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ. ഡിവൈഎഫ്ഐ അങ്ങനെയൊന്നും ഒരു വീഡിയോ ഇടാറില്ല. നിങ്ങൾ അപ്പോൾ എന്നിട്ട് അദ്ദേഹം പരാമർശിച്ച് പറഞ്ഞത് ഷാനു എന്ന് പറഞ്ഞ ഏതോ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അയാളെ അറിയില്ല. ഡിവൈഎഫ്ഐ അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഡിവൈഎഫ്ഐയുടെ കൊടിയോ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചെഗുവേരയുടെ ടീഷർട്ടോ ഇട്ടിറങ്ങുന്ന എല്ലാവരും ഡിവൈഎഫ്ഐയുമല്ല. അത് ഡിവൈഎഫ്ഐ പറയാറുമില്ല. താങ്കൾ വേറൊരു പരാമർശം നടത്തിയത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത്, അങ്ങനെയുള്ള ചാരിറ്റി തട്ടിപ്പുകളെല്ലാം അപ്പോഴപ്പോൾ തന്നെ പിടിയിലാവാറുണ്ട് എന്നുമാണ് താങ്കൾ പറഞ്ഞത്. ശരിയാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു വാർത്ത ഞാൻ വായിക്കാം. പോലീസ് ഫയൽ കേസ് അഗെയിൻസ്റ്റ് ഫിറോസ് കുന്നംപറമ്പിൽ ആൻഡ് 3 others ഫോർ ത്രട്ടണിംഗ് യങ് വുമൺ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഈ സംഭവം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെ ഏതെങ്കിലും ഒരാളെ ആക്ഷേപിക്കലല്ല പ്രശ്നം. ഇത് കേരളം പോലെ വളരെ നവീകരിക്കപ്പെട്ട മുൻപോട്ട് പോയി കഴിഞ്ഞ ഒരു സൊസൈറ്റിക്കകത്ത് പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ഇത്തരം ചാരിറ്റിയുടെ മറവിൽ ചില അനഭനഷണമായ പ്രവണതകൾ നടക്കുന്നുണ്ട്. ആ അനഭനഷണീയമായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയും പരിഹസിക്കാനല്ല. വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങുന്ന ചിലർ അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക വളർച്ച, അവരുടെ കാറ്, അവരുടെ വീട്, അവർക്കുണ്ടാകുന്ന സാമ്പത്തിക വളർച്ച അതെങ്ങനെ സാധ്യമാണ്? ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. അത് ഒരാളല്ല, നിരവധി പേരുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടായ ഒരു കള്ളനാണയം ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഈ പിതാവ് തയ്യാറായത് കൊണ്ടാണ് എക്സ്പോസ് ചെയ്യപ്പെട്ടത്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നൊരു പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ തയ്യാറാകുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ വാർത്ത പുറത്തു വന്നത്, കേസെടുത്തത്. ഇല്ലാതെ എത്രയോ സംഭവങ്ങൾ, ഒരു പുണ്യാള ഇല്ലാതെ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ അത് കേരളം പോലൊരു സൊസൈറ്റിക്ക് ചേർന്നതല്ല. ഇവിടെ വ്യക്തത വരുത്തണമെന്ന് ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. അവിടെ സുരേഷ് ചോദിച്ചതിന് ഉത്തരവുണ്ട്. നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസസ് 2021 അനുബന്ധമായും ഇത് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. അതിനുശേഷം ഒരു റിട്ട് അപ്പീൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അത് 21/71/2017 കേരള ഹൈക്കോടതി റിട്ട് അപ്പീൽ പെൻഡിംഗ് ആണ്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ചിലവ് വലിയ തുകയാണ്. ആ ചിലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നതായിരുന്നു കേസ്. കോടതി അതിന് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. അതിനെതിരായ റിട്ട് അപ്പീൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിട്ട് അപ്പീൽ കേരള ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? ഒരു പിടിയുമില്ല. നിനക്കോ? ആ കോടതി ഉത്തരവിന്റെയും നേരത്തെ പരാമർശിച്ച നാഷണൽ പോളിസിയുടെയും ഭാഗമായി കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കില്ല എന്നാണ് ഇവിടെ വസ്തുതാപരമായ ഒരു പിശക് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് തെറ്റാണ്, ഇവിടെ ഉണ്ട്. അതാണ് വീക്ക് കെയർ. മറ്റൊന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രം ക്രൗഡ് ഫണ്ടിംഗ് എന്നത് ഈ പോളിസിയുടെ ഭാഗമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതിനുള്ള മാർഗരേഖ കേരളത്തിലുണ്ടോ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഇല്ല തീർച്ചയായിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പൊ നിലവില് ജനങ്ങളുടെ ഞാൻ അത് നേരത്തെ പരാമർശിക്കപ്പെട്ട ഒരു ഭാഗം പൂരിപ്പിക്കാനുള്ളത് കൊണ്ടാണ്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. വീക്ക് കെയർ ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും. അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കീഴിൽ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അതുപ്രകാരം 2018, 2019, 2020 കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിന്റെ വിഹിതവും അതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കുകൾ ലഭ്യമാണ്. പക്ഷേ നേരത്തെ PG പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ആളുകള് ഈ കുഞ്ഞു മുഹമ്മദിന്റെ കാര്യം അഭിമാനകരമായി നമ്മൾ ഓർക്കുമ്പോഴും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹൈപ്പിലൂടെ വരുന്ന ഫണ്ടിങ്ങില് സന്നദ്ധരാകുന്ന ആളുകൾ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. അവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പൊതു കെമിസ്ട്രി എടുത്താൽ തന്നെ അത് പ്രസരിക്കുന്നത് ഒരു വ്യക്തി ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞല്ലോ, ഇവിടെ രക്ഷകർത്താവ് വളരെ ദയനീയമായ വേദനിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞല്ലോ. ആ വേദനിപ്പിക്കുന്ന ചിത്രം, ഒരു വേദനിപ്പിക്കുന്ന സംഭവം, അതുണർത്തുന്ന വൈകാരികത, അത് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ലക്ഷോപലക്ഷം ആളുകൾക്കിടയിൽ വലിയ ചലനം, മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക, ചലനം സൃഷ്ടിക്കും. അത് ആളുകൾ സ്വമേധയാ തന്നെ വലിയ തുക
ആ നിമിഷാർത്ഥം തന്നെ ആ ഒരു ചിത്രം കൊണ്ട്, ഒരുപക്ഷെ ഒരു വീഡിയോ കൊണ്ട് നൽകാൻ സന്നദ്ധമാകും. നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും സന്നദ്ധമാകും. ആ സന്നദ്ധ ഇപ്പം ഞാൻ ഓർക്കുകയാണ്, പണ്ട് ശ്രീ ടി.എൻ. ഗോപകുമാറിൻ്റെ കണ്ണാടി എന്ന പരിപാടി ഏഷ്യാനെറ്റ് ഏറെക്കാലം സംപ്രേഷണം ചെയ്തു. ആ കണ്ണാടിയുടെ എല്ലാം ഭാഗമായി ഇതുപോലെ ഒരുപാട് പേർ പണം കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഒരുപാട് പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്. കാരണം ആ വാർത്തയാണ് സ്വാധീനം ചെലുന്നത്, ഒരു സംഭവമാണ് സ്വാധീനം ചെലുന്നത്. ജനറലി വി കെയർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞാലും ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വളരെ കൃത്യമായ ഒരു അവബോധം കൂടി സർക്കാർ ഇതിന്റെ ഭാഗമായി നടത്തും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ക്രൗഡ് ഫണ്ടിങ് നടക്കട്ടെന്നേ, പക്ഷെ ക്രൗഡ് ഫണ്ടിങ് കൃത്യമായി അക്കൗണ്ടബിൾ ആകണം. അത് ഒരിക്കലും ഈ പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ പേരിലാകരുത്. എന്താ ആ പ്രതീക്ഷയും? ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഒരു NGOയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന, വിദേശ രാജ്യത്ത് ഫണ്ട് പിരിക്കുന്ന ഉൾപ്പെടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ നിയമങ്ങളും പ്ലസ് ഇന്നത്തെ കോടതി നിരീക്ഷണത്തിന്റെ കൂടി വെളിച്ചത്തിൽ, ഈ പോളിസിയുടെയും വെളിച്ചത്തിൽ പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായ ഫണ്ടിന്റെ സോഴ്സ്, ഫണ്ടിന്റെ വിനിയോഗം, അതിന്റെ കണക്ക്, ഇതെല്ലാം ബാക്കി വരുന്ന തുക എവിടെ എങ്ങനെ വിനിയോഗിക്കണം, ഇങ്ങനെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു റെഗുലേഷൻ കേരളത്തിൽ അടിയന്തരമായി ഉണ്ടാകണം. ഇവിടെ 2000 ഇത് പ്രധാനമായും വരുന്നത് 2021 നാഷണൽ പോളിസി ഓഫ് റെയർ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസി വന്നിട്ടുണ്ട്. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ആ പോളിസി പ്രകാരം ഈ ജനിതക രോഗങ്ങൾ, വിവിധ ജനിതക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന, പ്രത്യേകിച്ചും അത്തരം രോഗങ്ങളിലാണ് ഈ റെയർ ഡിസീസസ് വരുമ്പോഴാണ് ഇതിന്റെ മരുന്നിന്റെ വില, ചികിത്സാ ചിലവെല്ലാം തന്നെ അധികരിക്കുന്നത്. അപ്പൊ ഈ പോളിസി 2021 കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ആ പോളിസിയിൽ ക്രൗഡ് ഫണ്ടിങ്ങിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ. പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് സാധാരണ വരാറുണ്ടെന്ന് തന്നെ പോളിസി വ്യക്തമാക്കുന്നു. അതിൽ കൂടുതൽ പണം വന്നാൽ ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് വരെ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ട ഒരു നാട്ടിലാണ് ഇവിടെ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്ന ശ്രീ ഫിറോസ് കുദംബറിൽ വന്നിരുന്നത് പറയുന്നത്, ഞങ്ങൾ ഇവിടുത്തെ പണം എടുത്ത് അങ്ങോട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇടപെടാറുണ്ട്. ആരാണീ ഞാൻ, ആരാണീ ഞങ്ങൾ, അതെനിക്ക് മനസ്സിലാകുന്നില്ല. പണം ചിലവഴിക്കുന്നയാളെ സംബന്ധിച്ച് ആ പണം എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ എന്ന് അയാൾക്കറിയാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. രണ്ടാമതൊരു ഭാഗം, ഇതിന്റെ പിന്നിൽ നടക്കാൻ സാധ്യതയുള്ള, ഇപ്പോഴും പലയിടങ്ങളിലും ആരോപിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അത് ടെററിസ്റ്റ് ഇതിന്റെ ഫണ്ടിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. ഡിവൈഎഫ്ഐയുടെയും അഭിപ്രായം അതാണ്. ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങിനെതിരല്ല, പക്ഷേ അത് വ്യവസ്ഥാപിതമാകണം എന്നതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഏതെല്ലാം സോഴ്സിൽ നിന്ന് പണം വരാമെന്നേ, അങ്ങനെ ഏതെങ്കിലും ഒരു സോഴ്സ് പരിശോധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സോഷ്യൽ അക്കൗണ്ടിങ് നടക്കുന്നുണ്ടോ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പണം ഈ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹവാല പണം ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ഈ വഴി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഇത്തരത്തിലുള്ള നിരവധി സാധ്യതകളുണ്ട്. വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷന്റെ സാധ്യതകൾ പതിയിരിക്കുന്ന ഒരു മേഖലയായി ക്രൗഡ് ഫണ്ടിംഗ് ഇന്ന് മാറി. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.